ഇപ്പൊ ഇതിനകത്ത് കൃഷി ചെയ്തേക്കുന്നത് ഒന്ന് പനിക്കൂർക്കയാണ്, ഒന്ന് മിന്റ് എന്ന് പറയും, പുതിന. അതാണ് കൃഷി ചെയ്തേക്കണേ. ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അക്വാപോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അലക്സ് കണിച്ചായി സാർ. സാർ, ഇത് മത്സ്യം ഇതും ഗിഫ്റ്റ് മത്സ്യം തന്നെയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള മത്സ്യം ചെയ്യുന്ന കാലത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം നമ്മള് ഈ അക്വാപോണിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാണ്. അപ്പൊ ആ പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന മീഡിയം ടൈൽസ് ആണ്, ഓടിന്റെ കഷ്ണങ്ങളാണ്. ശരി, മണ്ണല്ല. മണ്ണല്ല ഉപയോഗിച്ചേക്കണേ. ഇപ്പൊ ഇതിനകത്ത് കൃഷി ചെയ്തേക്കുന്നത് ഒന്ന് പനിക്കൂർക്കയാണ്, ഒന്ന് മിന്റ് എന്ന് പറയും, പുതിന. അതാണ് കൃഷി ചെയ്തേക്കണേ. അപ്പൊ സമൃദ്ധമായിട്ടുണ്ടാവുന്നുണ്ട്. ഇതെന്താ താങ്കൾ ഇത് വിളവെടുത്തിട്ട് ഇത്? അല്ല, ഇത് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഓർഗാനിക് സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ക്വാഷിലേക്ക് നമ്മള് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ക്വാഷ് കണിച്ചായി ഓർഗാനിക്സ് എന്നാണ് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത്? എറണാകുളത്തൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓ, ശരി ശരി ശരി. അപ്പൊ ഇതിന് രണ്ട് ഗുണമുണ്ട്. ഇതിനകത്ത് നമ്മള് പെസ്റ്റിസൈഡ്സോ അങ്ങനെ ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ മീനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇത് 100% ഓർഗാനിക് ആയിരിക്കും. അതും അതിന്റെ മണത്തിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളെ ഇതിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ബിനോയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അതിന്റെ മണം നോക്കാം. ഭയങ്കര മണാണ് അതിന്റെ. അതെ 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 അതെ. അപ്പൊ നമുക്ക് എന്തെല്ലാം സസ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് എല്ലാ ട്യൂബേഴ്സ് ഒഴിച്ചിട്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാം. ട്യൂബേഴ്സ് എന്ന് പറയുമ്പോ ചേന, ക്യാരറ്റ്, അങ്ങനെ മണ്ണിന് അടിയിൽ വളരുന്ന ഇത് നമുക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളർത്താൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമുക്ക് സാധാരണ മണ്ണിലാണെങ്കിൽ ചേനയൊക്കെ ആണെങ്കിൽ വികസിച്ചു കൊടുക്കും. ഇതിനകത്ത് അങ്ങനെ വികസിക്കാൻ പറ്റില്ല. ഞങ്ങൾ ക്യാരറ്റ് ഇതിനകത്ത് കൃഷി ചെയ്തതാണ്. പക്ഷെ ഓടിന്റെ ഷേപ്പിലുള്ള ക്യാരറ്റ് നമുക്ക് കിട്ടാം, ടൈൽസിന്റെ ടൈപ്പില്. അപ്പൊ അത് കാരണം നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പൊതുവെ ട്യൂബേഴ്സ് നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും നല്ലത് ലീഫി വെജിറ്റബിൾസിന് വേണ്ടി, കിഴങ്ങുവർഗ്ഗ വിളകൾ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ലീഫി വെജിറ്റബിൾസിന് ഏറ്റവും നല്ലതാണ്. മണ്ണിൽ വെക്കുന്നേക്കാളും നന്നായിട്ട് കിട്ടും. പാലക്ക്, കെയിൽ, അതൊക്കെ ഇതിനകത്ത് പുതിന എല്ലാം ഇതിനകത്ത് കൃഷി ചെയ്യാം.